വിഭജന ഭീതി അനുസ്മരണ ദിനമായ ഇന്ന് രാഷ്ട്രവിഭജനം വരുത്തിവെച്ച പ്രത്യാഘാതത്തെപ്പറ്റി വിശദീകരിക്കാൻ നമ്മളോടൊപ്പം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ അതിഥിയായി ചേരുകയാണ്. സ്വാഗതം ശ്രീ നന്ദകുമാർ. നമസ്കാരം. സ്വാഗതം രോഹിണി. നമസ്കാരം. നന്ദേട്ട, നമ്മുടെ വിഭജന ദിനം നാളെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിവസം ഭാരതത്തിൻ്റെ ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കുകയല്ലേ? കാരണം മാതൃഭൂമിയെ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിച്ചതിൻ്റെ പ്രത്യാഘാതം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? ഇന്നത്തെ ദിവസം ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കറുത്ത ഏടിൻ്റെ ഓർമ്മദിനാണ്. ഓർമ്മകളിലൂടെയാണ് ഒരു രാഷ്ട്രം ജീവിക്കുന്നതും ശക്തി ആർജിക്കുന്നതും. നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച പിഴവുകൾ, കൊടിയ വിപത്തുകൾ ഓർത്തു വയ്ക്കുന്നത് നാളെ അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കും. ഏതൊരു ശക്തമായ ലോകരാഷ്ട്രവും അത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് അമേരിക്കയിലാണ്. വാഷിങ്ടൺ DC-യിൽ പോയാൽ നമുക്കവിടെ യഹൂദ ഹോളോകാസ്റ്റിൻ്റെ വലിയ മ്യൂസിയം കാണാം. ന്യൂയോർക്കിൽ ഇസ്ലാമിക ഭീകരവാദികൾ തകർത്ത WTCയുടെ മ്യൂസിയം കാണാം, അതിൻ്റെ പ്രദർശനി കാണാം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്? നാളെ ഇതുപോലുള്ള അപകടം സമൂഹത്തിൽ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം എന്നും എപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ അഭിമാനത്തിൻ്റെ, രോമാഞ്ചത്തിൻ്റെ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന ആ അത്യുജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ചരിത്രത്തിൽ വീണ വലിയൊരു അപഖ്യാതിയാണ്, ഒരു വലിയ കറുത്ത ഏടാണ് ഭാരത വിഭജനം. നാം പൊരുതിയത് ഒരു വിഭജിത ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഭാരതാംബയുടെ ഇരു കൈകളും വെട്ടിമുറിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല ഭാരതം പൊരുതിയത്. ഭാരതം പൊരുതിയത് അഖണ്ഡ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ആസേതു ഹിമാചലം, കച്ച് മുതൽ കാമരൂപം വരെ, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ഒരുപോലെ ഉണർന്നെഴുന്നേറ്റ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ നമ്മൾ പൊരുതുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന വികാരം ഒന്നു മാത്രമാണ്: ഈ ഭാരതാംബയെ മുഴുവനായും മൊത്തത്തിൽ സ്വതന്ത്രമാക്കുക. എന്നാൽ ഇസ്ലാമിക മതവെറി പൂണ്ട മുഹമ്മദ് അലി ജിന്നയും അയാളുടെ കൂട്ടാളികളും, ബംഗാളിൽ സോറവാർഡിയെ പോലുള്ള ആൾക്കാർ, അവരെല്ലാവരും ചേർന്ന് മതത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ ഭാരതത്തിൻ്റെ മനസ്സ് തേങ്ങിപ്പോയി. ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നുറുങ്ങിപ്പോയി. നമ്മൾ മതത്തിൻ്റെ പേരിലല്ല സ്വാതന്ത്ര്യ സമരം നടത്തിയത്. പക്ഷെ ചില ആളുകൾക്ക് അത് മതത്തിൻ്റെ പേരിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു. മത ഭരണം നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗം വേണമെന്ന് വാദിച്ചപ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊന്നും യഥാർത്ഥ ഭാരതീയർക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ആ ഘട്ടത്തിൽ പറഞ്ഞത്, വിവിസെക്ട് മീ ബിഫോർ വിവിസെക്ടിങ് ഭാരത്. എന്നെ വെട്ടിമുറിക്കൂ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിന് മുമ്പ് എന്നാണ്. നമ്മുടെ രാജൻ ബാബു, രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത്, ഭാരതം ഒരു ദിവ്യ ത്രികോണമാണ്. ഭവ്യമായ, ദിവ്യമായ, ദൈവികമായ ശക്തി ഘനീഭവിച്ച ഒരു മൃണ്മയ രൂപമാണ് ഭാരതം. അതിനെ വെട്ടിമുറിക്കുക സാധ്യമല്ല എന്നാ പറഞ്ഞത്. അതൊരു ഫണ്ടാസ്റ്റിക് നോൺസെൻസ് എന്നാണ് മറ്റു ചില നേതാക്കന്മാർ പറഞ്ഞത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ കാലം പോകെ പോകെ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു, ഇസ്ലാമിക ഗുണ്ടായിസത്തിൻ്റെ, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഭീഷണിപ്പെടുത്തലിന് മുന്നിൽ ഈ നേതാക്കന്മാർ ഒന്നൊഴിയാതെ മുട്ടുകുത്തി താണു വീണ് കേണ് മാപ്പപേക്ഷിച്ച് ഭാരതത്തെ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിക്കലിലൂടെ സംഭവിച്ചത്
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവഹാനിയാണ്. കോടാനുകോടി റുപ്പികയുടെ നഷ്ടമാണ്. ഭാരതത്തിന്റെ എക്കാലത്തെയും ഉയർച്ചയ്ക്ക്, മുന്നോട്ടുള്ള പോക്കിന് ഒരു വലിയ പിന്നോട്ടടിയാണ്, ഒരു വലിയ ആഞ്ഞടിയാണ് അതിൻ്റെ ഈ വിഭജനം കൊണ്ട് സംഭവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ആരുടെ പിഴവാണ് എന്ന് ഓർക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് കേന്ദ്ര ഭരണകൂടം ഈ ദിനത്തെ വിഭജനത്തിന്റെ ദുരന്തത്തിന്റെ ദിനമായി ആചരിക്കുകയും അത് ഓർക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. അതെ, ശ്രീ നന്ദകുമാർ, നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ അതെന്തുകൊണ്ട് സംഭവിച്ചു, ആരുടെ പിഴവാണ് എന്നുള്ളത് ഇന്നത്തെ തലമുറ കൂടി മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ നമ്മൾ അന്നത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തെ വെട്ടിമുറിക്കുക, വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ആ കുതന്ത്രം അവർ അതിൻ്റെ വിത്തുപാകി മതത്തിൻ്റെ കൂടി ചേരുവ കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഇനിയും കലാപകലുഷിതമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ അത്തരമൊരു നീക്കം അന്ന് നടത്തിയത്? അതിന് ഇരകളാകപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ കുതന്ത്രത്തിന് വഴങ്ങപ്പെടുകയോ ചെയ്യുകയായിരുന്നോ നമ്മുടെ ഭാരതത്തിനകത്തുള്ള ചില നേതാക്കന്മാരും? അതോ കൃത്യമായി പറയുകയാണെങ്കിൽ ഭരണക്കൊതി തന്നെയാണോ അതിലേക്ക് നയിച്ചത്? ഒന്നും അറിയാത്ത ആളുകളൊന്നും ആയിരുന്നില്ല നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക്. അവർക്കെല്ലാം അറിയാമായിരുന്നു. ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അത് ആ ഘട്ടത്തിൽ തന്നെ നേരിട്ടെതിർത്ത് പരാജയപ്പെടുത്താനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ കരുത്തും ആ നട്ടെല്ലിൻ്റെ ഉള്ള ഊക്കും ഇല്ലാതെ പോയത് നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ മാത്രം കുറ്റം പറയുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു വലിയ നീതികേടാണ്. ഭാരത വിഭജനമെന്ന ദുരന്ത നാടകത്തിൽ പ്രധാനമായും 4 വില്ലന്മാരുണ്ടായിരുന്നു എന്ന് വേണം ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ വില്ലൻ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. കൊളോണിയൽ അതിമോഹം എന്നത് വിഭജിച്ചു ഭരിച്ചുകൊണ്ട് നേടിയെടുക്കുക എന്ന, എല്ലാം നേടിയെടുക്കുക എന്ന അവരുടെ മോഹം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ്. വിഭജിച്ചു ദുർബലരാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഭാരതത്തിലും നടപ്പിലാക്കാൻ 905 മുതലേ അവർ ശ്രമിച്ചിരുന്നു. ബംഗാൾ വിഭജനം ഭാരത വിഭജനത്തിന്റെ ഒരു റിഹേഴ്സലായിരുന്നു. പക്ഷെ ആ 905 ബംഗാൾ വിഭജനം അവർ പരീക്ഷിച്ചു നോക്കിയപ്പോൾ ഭാരതത്തിന്റെ അന്തരാത്മാവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട ഭാരതീയർ മതവും ജാതിയും വർഗവും ഭാഷയും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് ആ ബംഗാൾ വിഭജനത്തെ ചെറുത്തു തോൽപ്പിച്ചു. വന്ദേ മാതരം എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, ഭഗവ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രക്ഷാബന്ധനം ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലെ ഐക്യം, നമ്മുടെ ഇടയിലെ ഒരുമ അവർ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഭാരതത്തിന്റെ സ്വത്വം, തനിമ, ഹിന്ദുത്വത്തെ ആധാരമാക്കിക്കൊണ്ട്, ഹിന്ദു എന്ന് ഞാൻ പറയുമ്പോൾ അത് കേവല മതത്തെ കുറിക്കുന്ന ശബ്ദമല്ല, അതിനപ്പുറത്ത് ഭാരതത്തിന്റെ സെൽഫ് ഹുഡ് അല്ലെങ്കിൽ സ്വത്വത്തെ കുറിക്കുന്ന പദമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊരുതിയപ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു സംഘർഷം പടുത്തുയർത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ കാലഘട്ടം നാം ഓർക്കണം. ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വിരാജിക്കുന്ന കാലം. എതിരിടാൻ ആരുമില്ലാത്തവണ്ണം ലോകത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാക്കി മാറ്റി ഭരിക്കുന്ന ആ കാലത്ത് ഭാരതീയർ ഒരു തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത്രയേറെ പ്രാമുഖ്യമൊന്നും ഇല്ലാതിരുന്ന കാലം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഭാരതത്തിന്റെ എത്ര ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു 905-നും 912-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ. കോൺഗ്രസിന് ഒരു പാൻ ഭാരത അല്ലെങ്കിൽ ഒരു അഖില ഭാരതീയ സ്വരൂപം പോലും കൈവന്ന് കഴിഞ്ഞിരുന്നില്ല. എന്നാലും ഭാരതീയർ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുവാനുള്ള ആത്മശക്തിയെ സഞ്ചയിപ്പിച്ചു. അതിനവർക്ക് പ്രേരണയായി നിന്നത് ഭാരതത്തിന്റെ ആത്മാവാണ്, ഭാരതത്തിന്റെ സ്വത്വമാണ്. ആ പോരാട്ടം വിജയിച്ചു. എന്നാൽ 947 ആയപ്പോൾ നാം ആലോചിക്കണം, 905 അതിശക്തമായിരുന്ന ബ്രിട്ടൻ 947 ആയപ്പോഴേക്കും 2 ലോകമഹായുദ്ധങ്ങളിലും പങ്കെടുത്ത് യുദ്ധത്തിൽ സാങ്കേതിക വിജയം നേടിയെങ്കിലും ശരിയായ അർത്ഥത്തിൽ തൊപ്പിയിട്ടുപോയ ബ്രിട്ടൻ, തകർന്നുപോയ ബ്രിട്ടൻ,
സാമ്പത്തികമായി തകർന്നുപോയ ബ്രിട്ടൻ, ഒരു യുദ്ധം കൂടി ചെയ്യാനുള്ള കരുത്തില്ലാത്ത അവസ്ഥയിലേക്കും വീണുപോയ ബ്രിട്ടൻ ഒരു ഭാഗത്ത്. എന്നാൽ ഭാരതത്തിലാകട്ടെ, ഭാരതമാസകലം ശക്തമായ ദേശീയ പ്രസ്ഥാനം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ബ്രിട്ടനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൽ അണിചേർന്ന് കഴിഞ്ഞിരുന്നു. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ, മതത്തിന്റെ പേരിലുള്ള വിഭജനം കൊണ്ടുവരാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭാരത വിഭജനത്തെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ബ്രിട്ടീഷുകാർ എത്ര തന്നെ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം പയറ്റാൻ ശ്രമിച്ചാലും, ആവർത്തിക്കട്ടെ, മതം മറന്നുകൊണ്ട് മതവെറിയുടെ ഭാഷ പറയുന്ന മുസ്ലിം ലീഗിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും അന്നുണ്ടായിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ആവശ്യമായിരുന്നത് വിഭജിത ഭാരതമെങ്കിൽ വിഭജിത ഭാരതം, ഡൽഹി മാത്രമെങ്കിൽ ഡൽഹി, ഇനി ചെങ്കോട്ട മാത്രമെങ്കിൽ ചെങ്കോട്ട, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി കസേര മാത്രമെങ്കിൽ അത് മാത്രം കിട്ടിയാലും തൃപ്തിയാവുന്ന ഒരവസ്ഥയിലേക്ക് വീണുപോയിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. അതാണ് രണ്ടാമത്തെ വില്ലന്മാർ, കോൺഗ്രസ്സുകാർ, അധികാരമോഹികളായ കോൺഗ്രസ്സുകാർ. ഗാന്ധിജിയുടെ മോഹത്തെയും ആഗ്രഹത്തെയും പോലും ചവിട്ടി അരച്ചുകൊണ്ട് ഭാരതമെന്ന ആ മഹത്തായ നമ്മുടെ അമ്മയെ വെട്ടിമുറിക്കാൻ കൂട്ടുനിന്ന അധികാരമോഹികളായ കോൺഗ്രസ്, അത് രണ്ടാമത്തെ വില്ലന്മാരാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വില്ലന്മാർ ശരിക്കും നോക്കിയാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെക്കുറെ ഭാരതത്തിൽ പല ഭാഗത്തും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. താത്വികമായി വൈചാരികമായി തങ്ങൾ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഈ ഭാരത വിഭജനത്തിനു വേണ്ടി പരിശ്രമിക്കാനുള്ള ഇസ്ലാമിക വർഗീയവാദികളുടെ ശ്രമത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുകയായിരുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും. ഇസ്ലാം മതന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, അത് വിഭജനമാണ് എന്ന് പറയുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ആ കാര്യം നടത്താൻ വേണ്ട കരുത്ത് മുസ്ലിം ലീഗിന് ഇല്ല എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗിന് ഗ്രാമാന്തരങ്ങളിൽ ആളെ കൊടുത്ത് സഹായിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ട് രൂപപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി എഴുതിയ കുപ്രസിദ്ധമായൊരു പത്രാധിപ കുറിപ്പുണ്ട്. ഭാരത വിഭജനത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പരിശ്രമിക്കുമ്പോൾ അതിനോട് അരുനിൽക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ മുസ്ലിം ലീഗിന് കരുത്തു പകരാൻ വേണ്ടി എഴുതിയതുപോലെയുള്ള ഒരു പത്രാധിപ കുറിപ്പ് അദ്ദേഹം അന്ന് പീപ്പിൾസ് വാറിൽ എഴുതിയത്, മുൻ പേജിൽ പേര് വെച്ചെഴുതിയ പത്രാധിപ കുറിപ്പിൽ പറഞ്ഞത്, പാകിസ്ഥാൻ ഈസ് ആൻ ഇൻഅലിയനബിൾ പാർട്ട് റൈറ്റ് ഓഫ് മുസ്ലിംസ് ആസ് ഫ്രീഡം ഈസ് റൈറ്റ് ഓഫ് അസ് ഓൾ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ അനന്യമായ അധികാരമാണ് മുസ്ലിങ്ങൾക്ക്, ഒരാൾക്കും അന്യമാക്കാൻ കഴിയാത്ത അവകാശമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്ന് പറയുവാനുള്ള ധിക്കാരം, എന്ന് പറയുവാനുള്ള ദേശവിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാര് അവരതിലെ മൂന്നാമത്തെ വില്ലന്മാരാണ്. നാലാമത്തെ വില്ലന്മാര് തീർച്ചയായിട്ടും ഭാരതത്തെ വിഭജിക്കാൻ മതത്തെ ഉപയോഗിച്ച, മതവെറിയെ ഉപയോഗിച്ച, മതവർഗീയവാദത്തെ ഉപയോഗിച്ച ഇസ്ലാമിക ശക്തികൾ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന. മുസ്ലിം ലീഗാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടെന്ന് മുന്നോട്ട് വന്നത്. അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, തീർച്ചയായിട്ടും ഭാരതമെന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരും ചെയ്തത്. ഈ 4 വില്ലന്മാരും ചേർന്നാണ് ഭാരതമാതാവിനെ വെട്ടിമുറിക്കുന്ന ആ മഹാപാതകം ചെയ്തത്. നന്ദേട്ട, മതത്തിന്റെ പേരിൽ ഭാരതത്തെ അങ്ങനെ വെട്ടിമുറിച്ചപ്പോൾ അതൊരു കറുത്ത ഏടായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കേണ്ടതില്ല എന്ന് ശഠിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? അതേ ലക്ഷ്യമാണ് രോഹിണി, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ വിഷയം തന്നെയാണ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ 4 കൂട്ടരുമാണ് ഭാരതത്തിന് പുറത്ത് നിന്ന്
വ്യാപാര ശക്തികളുടെ പേരിൽ മുതലാളിത്ത ശക്തി ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരും ഭാരതത്തിന്റെ ഉള്ളിൽ നിന്ന് കപട മതേതരവാദികളായ കോൺഗ്രസുകാർ ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമീപകാല സംഭവങ്ങൾ അക്കമിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു അറ്റം വരെ പോയിട്ടായാലും ഭാരതത്തെ തകർക്കുക, ഭാരതത്തെ വിഭജിക്കുക, ഭാരതത്തെ ദുർബലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനും ഇന്നും ഉള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസും ഈ ഭാരത വിഭജനത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത്. അത് വീണ്ടും ഓർത്തെടുക്കുന്നെങ്കിൽ അവരുടെ പങ്കാളികളായ ചില കൂട്ടർക്ക് ദുഃഖമുണ്ടാകും, അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കും എന്നവർ ഭയക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ്, അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ ചെയ്തു കൂട്ടിയ ആ പാപത്തിൽ നിന്ന് ഇനിയും മോചനം കിട്ടിയിട്ടില്ല. അതവരെ പിന്തുടരുകയാണ്, ഒരു ഭൂതാവേശം പോലെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചെയ്ത ആ പാപത്തിന്റെ നിഴല് ഭാരതത്തെ വെട്ടിമുറിക്കാൻ ആവശ്യമായ താത്വിക പിന്തുണ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും അത് ചെയ്യേണ്ട ബാധ്യത വന്നു ചേരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെയ്തു കൂട്ടിയ മഹാപാതകത്തിന്റെ ആ നിഴല് അതൊരു ഭീകര പിശാചിന്റെ രൂപം പൂണ്ടെന്ന വണ്ണം അവരെ ആവേശിക്കുകയാണ്. അങ്ങനെ ഭാരതത്തിന് പുറത്തുള്ള മുതലാളിത്ത ശക്തികൾ, ആഗോള വ്യാപാര ശക്തികൾ, ജോർജ് സോറോസിനെയൊക്കെ പോലെ ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളുടെ പണം വാങ്ങിക്കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക ശക്തികളും വീണ്ടും ഒരുമിക്കുകയാണ് മറ്റൊരു ഭാരത വിഭജനത്തിന് വേണ്ടി. അന്ന് ആരൊക്കെയാണോ ഭാരത വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത്, അതേ കൂട്ടരല്ലേ ഇന്ന് സ്കൂളുകളിലോ കോളേജുകളിലോ ഇത് അനുസ്മരിക്കരുത് എന്ന് പറയുന്നത്? അനുസ്മരിക്കാൻ ഏതെങ്കിലും ദേശീയവാദി തയ്യാറായാൽ അതിനെതിരെ ശാരീരികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്? ഇവരുടെ ഉന്നം ഒന്നു മാത്രമാണ്, ഭാരതത്തിൽ വീണ്ടും ഒരു വിഭജനം കൂടി നടക്കണം, ഒന്നല്ല അനേകം വിഭജനങ്ങൾ നടത്തി ഭാരതത്തെ ദുർബലപ്പെടുത്തണം എന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്. അതിനാണ് അവർ ഭാരതത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എതിർക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിന്റെ അഭിമാനമായ ലോകൈക ശക്തിയായ നമ്മുടെ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഭരണഘടനയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, മൊത്തത്തിൽ ഭാരതത്തിലെമ്പാടും അവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി, പരസ്പര അവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഉന്നം, ആവർത്തിക്കട്ടെ, ഒന്നു മാത്രമാണ്, ഭാരതത്തെ വീണ്ടും ഒരു വിഭജനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുക. അതെ, വളരെയധികം നന്ദി നന്ദേട്ട, ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിന്. നമസ്തേ. നമസ്തേ. വിഭജന ഭീതി അനുസ്മരണ ദിനമായ ഇന്ന് രാഷ്ട്രവിഭജനം വരുത്തിവെച്ച പ്രത്യാഘാതത്തെ പറ്റിയാണ് നമ്മളോടൊപ്പം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ വിശേഷങ്ങൾ പങ്കുവച്ചത്.